പറയണ്ട എന്ന് കരുതിയതാണ്. പക്ഷെ എങ്ങനെ പറയാതിരിക്കും? തൃശൂർ പൂരത്തെയും സംസ്കാരങ്ങളെയും വെടിക്കെട്ടിനെയും എന്തിന് മനുഷ്യ മനസ്സുകളെയും തല്ലി തകർക്കുന്ന മാധ്യമങ്ങളുടെ റേറ്റിംഗ് കളി ഇനിയും അവസാനിപ്പിക്കേണ്ടതാണ്. അപകട ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ച് മരിച്ചുപോയവരുടെ കുടുംബത്തെ വേദനിപ്പിക്കുന്നത് വാർത്താ മാധ്യമമല്ല, ഇത് വെറും കച്ച കിട്ടിയ കച്ചവടമാണ്. ഇനി നമ്മളിവിടെ കാണേണ്ട ചില സത്യങ്ങളുണ്ട്. അപകടം നടന്ന് മണിക്കൂറുകൾ തികയും മുൻപേ പ്രത്യേക പരിപാടികൾ ചാനലിൽ ഒരുക്കി തീർത്തവർക്ക് ഇത് വെറുമൊരു ആഘോഷം പോലെയാണ്. എന്തിന്? പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടവരോട് ഒന്ന് കരയാൻ പോലും അനുവദിക്കാതെ മൈക്കും ക്യാമറയുമായി ചെന്ന് ചോദ്യം ചെയ്യുന്ന ക്രൂരത ആർക്കു വേണ്ടിയാണ്? പടക്ക നിർമ്മാണശാലകൾ പോലെയുള്ള അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായി ചെന്ന് ഒട്ടും പരിചയസമ്പന്നരല്ലാത്ത ഇവർക്ക് അവിടെ എങ്ങനെ പ്രവേശനം ലഭിക്കുന്നു? മുണ്ടത്തിക്കൂട് നടന്ന ഈ സംഭവത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമാണ്. ഉയർന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കാൻ മടിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ എന്തിന് ഈ സാധാരണക്കാരോട് ചോദിക്കുന്നു? ദുരന്തമുഖത്ത് നമ്മുടെ സർക്കാരും പോലീസും ആരോഗ്യ പ്രവർത്തകരും നാട്ടുകാരും രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും മന്ത്രിമാരും MP-യും MLA-മാരും നേരിട്ടെത്തി സഹായങ്ങൾ എത്തിച്ചു. ഇതെല്ലാം എടുത്തു തന്നെ പറയുന്നു. പക്ഷേ ഒരു വശത്ത് നല്ലത് നടക്കുമ്പോൾ മരണവും ദുഃഖവും വിറ്റ് കാശാക്കുന്ന മാധ്യമങ്ങളുടെ ഈ രീതി അവസാനിപ്പിക്കണം. സത്യം പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ